ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതും കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതുമായ ഒട്ടനവധി അത്ഭുതങ്ങളുണ്ട്. അത്തരത്തിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ലെങ്കിലും മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന ചില വിചിത്രമായ കാര്യങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൊറോണ വൈറസ് ഓൺ മാസ്ക്. കോവിഡ് പാൻഡമിക് വന്നപ്പോൾ നമ്മളെല്ലാവരും നിരന്തരമായി ഉപയോഗിച്ച ഒന്നാണല്ലോ മാസ്കുകൾ. എന്നാൽ എങ്ങനെയാണ് മാസ്കുകളിൽ ഇത്തരത്തിലുള്ള വൈറസുകൾ നിലകൊള്ളുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിലുള്ള ഒരു മാസ്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ കഴിയുക. ഏറ്റവും അവസാന ഭാഗത്തുള്ള ലെയറുകളിലായിരിക്കും വൈറസുകൾ സ്റ്റേ ചെയ്യുക. ബോൾ പെൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബോൾ പെന്നിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ബോൾ പെൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കാത്തവരായി ആരും ഉണ്ടാകില്ലല്ലോ. എന്നാൽ ആ പെന്നിൻ്റെ നിബ്ബ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നിബിൻ്റെ അറ്റത്തായി നമുക്കൊരു ബോൾ കാണാൻ സാധിക്കും. സത്യത്തിൽ ഈ അറ്റത്തുള്ള മൈക്രോ സൈസിലുള്ള ബോൾ റോൾ ചെയ്യുമ്പോഴാണ് പെന്നിൻ്റെ ട്യൂബിലുള്ള മഷി നിബിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ നിബിൻ്റെ അറ്റത്ത് ബോൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേനകൾ ബോൾ പെൻ എന്നറിയപ്പെടുന്നത്. മൊബൈൽ സ്ക്രീൻ. ദിവസവും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലോ നമ്മൾ. എന്തിന് ഈ വീഡിയോ ഭൂരിഭാഗം പേരും കാണുന്നത് ഒരു സ്മാർട്ട് ഫോണിലായിരിക്കും. എന്നാൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എങ്ങനെയിരിക്കുമെന്നാണ് ഇനി കാണാൻ പോകുന്നത്. മൈക്രോസ്കോപ്പിലൂടെ ഫോൺ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആയിരക്കണക്കിന് RGB ലൈറ്റുകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളറുകളെയാണ് RGB എന്ന് വിളിക്കുന്നത്. ഈ RGB ലൈറ്റുകളാണ് സ്ക്രീനിലെ കളറിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ സ്കിൻ. മനുഷ്യ ശരീരത്തിലെ സ്കിൻ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വരകളും കുഴികളും കുത്തുകളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഹ്യൂമൻ സ്കിൻ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇഞ്ചക്ഷൻ ഇൻടു ദ ബോഡി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാത്തവരായി ആരും കാണില്ലല്ലോ. ചിലർക്കത് പുത്തരിയാണെങ്കിൽ ചിലർക്ക് ഇഞ്ചക്ഷൻ കണ്ടാലേ തലകറങ്ങും. നിങ്ങളിതിൽ ഏത് ടൈപ്പാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏതായാലും കൊതുകുകളുടേതുപോലെ വളരെ നേരിയ നീഡിൽസാണ് ഇഞ്ചക്ഷനിലുള്ളതും. ഏതായാലും ഇഞ്ചക്ഷനിലെ നീഡിൽ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ കഴിയുക. എന്നാൽ ഇഞ്ചക്ഷൻ ചെയ്ത ഭാഗം ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. മയിൽപീലി. മയിലിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മയിൽപീലി നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ടു കാണുമല്ലോ. എന്നാൽ ആ മയിൽപീലികൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ കഴിയുക. സാൻഡ്. കുട്ടികളായിരിക്കുമ്പോൾ മണലിൽ കളിച്ച ഓർമ്മകൾ നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഒരു തരി മണലെടുത്ത് ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇത്തരത്തിൽ ഒരുപാട് കുഞ്ഞൻ കല്ലുകളെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. മണൽ തരികളെടുത്ത് സൂക്ഷിച്ച് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാലും നമുക്ക് ഏകദേശം ഇത്തരത്തിൽ കാണാൻ കഴിയും. ആൻഡ്. പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഏതോ ഭീകരജീവിയെ പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇത് നമ്മുടെ ചുറ്റും അൺലിമിറ്റഡായി കാണാൻ കഴിയുന്ന ഉറുമ്പിൻ്റെ യഥാർത്ഥ മുഖമാണ്. അതായത് ഒരു ഉറുമ്പിനെ പിടിച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഉറുമ്പിനെ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക എന്നർത്ഥം. ഫിംഗർ പ്രിൻറ്റ്. ഇന്നത്തെ കാലത്ത് ഫിംഗർ പ്രിൻറ്റിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. നമ്മുടെയൊക്കെ ഫിംഗർ പ്രിൻറ്റ് സൂം ചെയ്ത് നോക്കിയാലുള്ള കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഇത്തരത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ലൈനിങ് ആയിരിക്കും വിരലുകളിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഫിംഗർ പ്രിൻറ്റുകൾ വ്യത്യസ്തമായിരിക്കുന്നത്. സാൾട്ട്. ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഉപ്പില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്തരത്തിൽ ഒരു തരി ഉപ്പെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ കഴിയുക. ഉപ്പ് വെള്ളവുമായി ചേർന്ന് അലിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ മൈക്രോസ്കോപ്പിക് വ്യൂ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.